വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സ്വർണം പൂശിയ പേജർ സമ്മാനമായി നൽകിയതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച് ഇസ്രായേലി മാധ്യമങ്ങളാണ് വിവരങ്ങൾ പ്രധാനമായും പുറത്തുവിട്ടിരിക്കുന്നത്. സ്വർണം പൂശിയ പേജറിനൊപ്പം ഒരു സാധാരണ പേജറും ട്രംപിന് നെതന്യാഹു സമ്മാനിക്കുകയുണ്ടായി. പേജർ സമ്മാനമായി നൽകിയതോടെ ഹിസ്ബുള്ളക്കെതിരായ ഇസ്രായേലിന്റെ രഹസ്യ അട്ടിമറി പ്രവർത്തനത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയാണ് പ്രധാനമായും പുറത്തുവന്നത്. ഇസ്രായേൽ ആക്രമണങ്ങളെ വമ്പിച്ച പ്രവർത്തനമെന്ന് വിളിച്ചുകൊണ്ടാണ് ട്രംപ് നെതന്യാഹുവിന്റെ സമ്മാനത്തോട് പ്രതികരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിന് പകരമായി മഹാനായ നേതാവായ ബീബിക്ക് എന്ന സന്ദേശത്തോടുകൂടി അവരുടെ കൂടിക്കാഴ്ചയുടെ ഒപ്പിട്ടൊരു ഫോട്ടോ അദ്ദേഹം നൽകുകയുണ്ടായി. കഴിഞ്ഞ സെപ്റ്റംബറിൽ ലെബനിലും സിറിയയിലും ഉടനീളം ഹിസ്ബുള്ള അംഗങ്ങൾ പ്രധാനമായും ഉപയോഗിച്ചിരുന്ന ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിക്കുകയുണ്ടായി. പിറ്റേന്ന് സമാനമായ രീതിയിൽ നൂറുകണക്കിന് വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചിരുന്നു. ആക്രമണങ്ങളിൽ 12 സാധാരണക്കാർ ഉൾപ്പെടെ കുറഞ്ഞത് 42 പേർ കൊലപ്പെടുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 1000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദാണ് ഈ ഓപ്പറേഷന് പിന്നിലെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇതൊരു മുൻകരുതൽ ആക്രമണമായിട്ടാണ് പ്രധാനമായും കണക്കാക്കപ്പെട്ടിരുന്നത്. പിന്നീട് ഇസ്രായേൽ ലെബനനിൽ സൈനിക പ്രവർത്തനം ശക്തമാക്കുകയും ചെയ്തു. സെപ്റ്റംബർ 27-ന് ബെയ്റൂട്ടിൽ വ്യോമാക്രമണത്തിൽ ദീർഘകാല ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയെ വധിക്കുന്നതിലാണ് ഇത് അവസാനിച്ചത്. നവംബറിൽ പേജർ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇസ്രായേലി ഇന്റലിജൻസ് ആണെന്ന് നെതന്യാഹു ആദ്യമായി പരസ്യമായി തന്നെ സമ്മതിച്ചിരുന്നു. പേജർ പ്രവർത്തനത്തിന് പ്രധാനമന്ത്രി വ്യക്തിപരമായി അംഗീകാരം നൽകിയതായി അദ്ദേഹത്തിന്റെ വക്താവ് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷം വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്ന ആദ്യ വിദേശ നേതാവ് കൂടിയാണ് നെതന്യാഹു. ചർച്ചകൾക്ക് ശേഷം നടന്ന സംയുക്ത പത്രസമ്മേളനത്തിൽ ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുവാനും ഗാസ പുനർനിർമ്മിക്കാനും ഒപ്പം തന്നെ 2 ദശലക്ഷം നിവാസികളെ മറ്റെവിടെയെങ്കിലും പുനരധിവസിപ്പിക്കാനുമുള്ള പദ്ധതികൾ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. നെതന്യാഹു ട്രംപിന്റെ ഈ നിർദ്ദേശത്തെ ഒരു ചരിത്രപരമായ നീക്കമെന്നാണ് പ്രധാനമായും വിശേഷിപ്പിച്ചത്. എന്നാൽ ട്രംപിന്റെ പ്രഖ്യാപനം ആഗോളതലത്തിൽ അപലപിക്കപ്പെടുകയും ചെയ്തു. ജർമ്മനി, ചൈന, ഇറാഖ്, തുർക്കി, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളെല്ലാം തന്നെ ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരികയുണ്ടായി. മനുഷ്യാവകാശ സംഘടനകൾ പദ്ധതിയെ വംശീയ ഉന്മൂലനം എന്നാണ് പ്രധാനമായും വിശേഷിപ്പിച്ചത്.